നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ന്യൂസിന്റെ ഗൾഫ് വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന തലക്കെട്ടുകൾ. മലപ്പുറം സ്വദേശിയായ വ്യാപാരി ഒമാൻ ജയിലിൽ മരിച്ചു. ജയിലിലായത് 4 മാസം മുൻപ്. സിനിമയുടെ വിജയവും പരാജയവും തീരുമാനിക്കുന്നത് പ്രേക്ഷകർ. മമ്മൂട്ടി. ഹത്തയിൽ മാലിന്യ സംസ്കരണത്തിന് ബൃഹത് പദ്ധതി. അനാഥരെ ചേർത്തു നിർത്തി ഖത്തർ ചാരിറ്റി. ഇറാൻ പ്രസിഡന്റും വിദേശകാര്യമന്ത്രിയും ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടു. തകർന്ന ഹെലികോപ്റ്ററിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. കത്തിയമർന്ന ഹെലികോപ്റ്ററിൽ ആരും രക്ഷപ്പെട്ടില്ല. ഗാസ ഭരണം. ഇസ്രായേൽ നേതൃനിരയിൽ ഭിന്നത രൂക്ഷം. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. മലപ്പുറം സ്വദേശിയായ വ്യാപാരി ഒമാൻ ജയിലിൽ മരിച്ചു. ജയിലിലായത് 4 മാസം മുൻപ്. മസ്കറ്റിൽ ജോലിയുണ്ടായിരുന്ന മലപ്പുറം സ്വദേശിയായ വ്യാപാരി ഒമാനിലെ ജയിലിൽ മരിച്ചു. തേഞ്ഞിപ്പാലം, പുത്തൂർ, പള്ളിക്കൽ, പീടികക്കണ്ടി, പണിക്കാരത്ത് മേലെ വീട്ടിൽ അബ്ദുൾ റസാഖാണ് ഹൃദയാഘാതം മൂലം മരിച്ചത്. ജയിലിൽ ഒപ്പമുണ്ടായിരുന്ന കണ്ണൂർ സ്വദേശിയാണ് മരണവിവരം പുറത്തറിയിച്ചത്. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് 4 മാസം മുൻപാണ് ജയിലിലായത്. കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന കട നടത്തുകയായിരുന്നു. കോവിഡ് കാലത്തെ താമസ സ്ഥലത്തെ വാടകയടക്കം വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നു. 6 വർഷമായി നാട്ടിൽ പോയിട്ട്. ഭാര്യ റജുല, മക്കൾ നെഹ്റ, നസിൻ. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, മസ്കത്ത്. സിനിമയുടെ വിജയവും പരാജയവും തീരുമാനിക്കുന്നത് പ്രേക്ഷകർ. മമ്മൂട്ടി. ദുബായിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഏത് സിനിമയുടെയും വിജയവും പരാജയവും തീരുമാനിക്കുന്നതിൽ പ്രേക്ഷകരുടെ പങ്ക് വലുതാണെന്ന് നടൻ മമ്മൂട്ടി. സിനിമയല്ലാതെ തനിക്ക് വേറെ വഴി അറിയില്ല. സിനിമയാണ് തന്റെ ജീവിതം. ആദ്യ സിനിമ ഇറങ്ങുമ്പോഴുള്ള അതേ ആകാംക്ഷയും സംഭ്രമവും ഇപ്പോഴുമുണ്ട്. അതുപക്ഷേ സിനിമയുടെ വിജയപരാജയത്തെക്കുറിച്ച് ആലോചിച്ചാണെന്നും അദ്ദേഹം പറഞ്ഞു. തന്റെ പുതിയ സിനിമയായ ടർബോയുടെ റിലീസിന് മുന്നോടിയായി ദുബൈയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മമ്മൂട്ടി ബാനറിൽ പ്രേക്ഷകർക്ക് ഒരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല സിനിമകൾ അവർക്കായി ചെയ്യാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. നായക പ്രാധാന്യമുള്ള സിനിമയാണോ ടർബോ എന്ന ചോദ്യത്തിന് സിനിമയിൽ നായികയ്ക്കും പ്രാധാന്യമുണ്ടെന്നും മമ്മൂട്ടി മറുപടി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, അലൈൻ. ഹത്തയിൽ മാലിന്യ സംസ്കരണത്തിന് ബൃഹത് പദ്ധതി. ഹത്തയിൽ സമഗ്രമായ മാലിന്യ സംസ്കരണ പുനരുപയോഗ പദ്ധതി പ്രഖ്യാപിച്ച ദുബായ് മുനിസിപ്പാലിറ്റി. സീറോ വേസ്റ്റ് ക്യാമ്പയിന്റെ ഭാഗമായി UAE-യിലെ പ്രമുഖ നിർമ്മാണ കമ്പനിയായ ഇംദാദുമായി കൈകോർത്തുകൊണ്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി ഹത്തയിൽ 60,043 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ മാലിന്യ സംസ്കരണ കേന്ദ്രം ആരംഭിച്ചു. ഭരണനിർവഹണത്തിനായി ഓഫീസും മാലിന്യം ശേഖരിക്കുന്നതിനായി പ്രത്യേക മേഖലയും ഉൾപ്പെടുന്നതാണ് കേന്ദ്രം. നിലവിൽ ഹത്തയിൽ മാലിന്യം തള്ളുന്ന സ്ഥലമാണ് ഈ രീതിയിൽ പരിവർത്തിപ്പിച്ചത്. ഇവിടെ നിന്ന് മാലിന്യങ്ങൾ ശാസ്ത്രീയമായി വേർതിരിച്ച് ദുബൈയിലെ സംസ്കരണ സ്ഥലങ്ങളിലേക്ക് മാറ്റുകയാണ് ലക്ഷ്യം. ഹത്തയിൽ പ്രതിദിനം ശരാശരി 20 ടൺ ഖരമാലിന്യങ്ങൾ പുറന്തള്ളുന്നുണ്ടെന്നാണ് കണക്ക്. നിലവിൽ ഈ മാലിന്യങ്ങൾ ഹത്തയിൽ തന്നെ കുഴിച്ചുമൂടുകയാണ്. പുതിയ കേന്ദ്രം വരുന്നതോടെ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി വേർതിരിക്കാനും സംസ്കരണ കേന്ദ്രങ്ങളിൽ എത്തിക്കാനും സാധിക്കും. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ദുബായ്. അനാഥരെ ചേർത്തു നിർത്തി ഖത്തർ ചാരിറ്റി. ദോഹയിൽ വിവിധ സാഹചര്യങ്ങളിൽ രക്ഷിതാക്കളെ നഷ്ടമായി അനാഥമായ കുഞ്ഞു ജീവിതങ്ങളെ ചേർത്തുപിടിക്കണമെന്ന സന്ദേശവുമായി ഖത്തർ ചാരിറ്റി നേതൃത്വത്തിൽ അനാഥ ദിന സംഗമം ഒരുക്കി. ഭാവി നേതാക്കൾ എന്ന തലക്കെട്ടിൽ ആസ്പെയർ സോണിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നിരവധി കുട്ടികൾ പങ്കെടുത്തു. ഖത്തർ ചാരിറ്റി സിഇഒയുടെ പ്രോഗ്രാം കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് കാര്യങ്ങൾക്കായുള്ള അസിസ്റ്റന്റ് ഫൈസൽ റാഷിദ് അൽ ഫൈഹൈദ പരിപാടിയിൽ സംബന്ധിച്ചു. സാംസ്കാരിക വിനോദ പരിപാടികളുമായാണ് 7ാമത് അനാഥർക്കുള്ള മേള സംഘടിപ്പിച്ചത്. അനാഥകളുടെ സംരക്ഷണത്തിനുള്ള സ്പോൺസർഷിപ്പ് പ്രോത്സാഹിപ്പിക്കുക, ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് അവരെ ശാക്തീകരിക്കുക, സാമൂഹിക സമഗ്രത സാധ്യമാക്കുക, അനാഥകളെ പരിപാലിക്കുന്നതിന്റെ പ്രാധാന്യത്തിലേക്ക് ശ്രദ്ധയാകർഷിക്കുകയും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. കുട്ടികളുടെ കോർണർ, വിനോദ വിദ്യാഭ്യാസ ഗെയിമുകൾ എന്നീ പരിപാടികൾക്കൊപ്പം സാമൂഹിക മന്ത്രാലയവുമായി സഹകരിച്ച കുടുംബങ്ങൾക്കായുള്ള ചെറുകിട വിൽപ്പനാ കേന്ദ്രങ്ങളും ഒരുക്കിയിരിക്കുന്നു. അനാഥർക്ക് സമഗ്രമായ പരിചരണം നൽകുന്നതിന്റെ പ്രാധാന്യവും അവരുടെ വളർച്ചയ്ക്കും വികാസത്തിനും അനുയോജ്യ അന്തരീക്ഷം ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടും ഉദ്ഘാടന സെഷനിൽ ഷെയ്ഖ് ഖാലിദ് ബൂമിസിക് സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ദോഹ.
ഇറാൻ പ്രസിഡന്റും വിദേശകാര്യമന്ത്രിയും ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടു. തകർന്ന ഹെലികോപ്റ്ററിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. കത്തിയമർന്ന ഹെലികോപ്റ്ററിൽ ആരും രക്ഷപ്പെട്ടില്ല. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റയീസിയും വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയും ടെഹ്റാൻ ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടു. ഇക്കാര്യം ഇറാൻ ഭരണകൂടം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചില്ലെങ്കിലും മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചു. ഞായറാഴ്ച ഉച്ചയോടെയുണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിലാണ് ഇവരുൾപ്പെടെയുള്ള സംഘത്തെ കാണാതായത്. മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് അപകടസ്ഥലത്തേക്ക് രക്ഷാപ്രവർത്തകർ എത്തിയത്. പ്രസിഡന്റും വിദേശകാര്യമന്ത്രിയും അപകടത്തിൽ കൊല്ലപ്പെട്ടതായി റെഡ് ക്രസന്റ് പ്രവർത്തകർ സ്ഥിരീകരിക്കുകയായിരുന്നു. ഹെലികോപ്റ്റർ തകർന്നു വീണ അപകടത്തിൽ ആരും ജീവനോടെയില്ലെന്നാണ് സൂചനയെന്ന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ഇറാനിയൻ റെഡ് ക്രസന്റ് അറിയിച്ചു. ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ ഇക്കാര്യം പറയുന്നതായി അനഡോലു വാർത്താ ഏജൻസിയും റിപ്പോർട്ട് ചെയ്യുന്നു. തകർന്ന ഹെലികോപ്റ്ററിന്റെ ദൃശ്യങ്ങൾ ഇറാൻ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഇർന പുറത്തുവിട്ടു. റഷ്യയുടെയും തുർക്കിയുടെയും സഹായത്തോടെയുള്ള തിരച്ചിലിലാണ് ഹെലികോപ്റ്റർ അപകടം കണ്ടെത്തിയിരിക്കുന്നത്. ഹെലികോപ്റ്റർ കാണാതായെന്ന് കരുതുന്ന മേഖലയിൽ താപനില കൂടിയ ഒരു പ്രദേശം തുർക്കിയുടെ ഡ്രോൺ കണ്ടെത്തിയിരുന്നു. ദുർഘടമായ മലമ്പ്രദേശത്ത് കനത്ത മൂടൽമഞ്ഞുള്ള കാലാവസ്ഥയാണ്. തുർക്കിയ അയച്ച അൻകിൻസി നിരീക്ഷണ ഡ്രോണാണ് ഇവിടെ താപനില കൂടിയ മേഖല കണ്ടെത്തിയത്. ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടതിനെ തുടർന്നുള്ള ചൂടാണിതെന്ന നിഗമനത്തിലെത്തിയിരുന്നു. തുടർന്ന് ഇവിടേക്ക് രക്ഷാപ്രവർത്തക സംഘം എത്തുകയായിരുന്നു. തവിൽ എന്ന പേരുള്ള മേഖലയാണിതെന്ന് അധികൃതർ പറഞ്ഞു. തബ്രീസ് നഗരത്തിന് 100 കിലോമീറ്റർ അകലെയാണിത്. ഇറാന്റെ ഭാഗമായ കിഴക്കൻ അസർബൈജാൻ പ്രവിശ്യയുടെ ഗവർണർ മാലിക് റഹ്മത്തി കിഴക്കൻ അസർബൈജാനിലേക്കുള്ള ഇറാനിയൻ പരമോന്നത നേതാവിന്റെ പ്രതിനിധി ആയത്തുള്ള മുഹമ്മദ് ആലി ആലു ഹാഷിം, ഹെലികോപ്റ്റർ പൈലറ്റ് എന്നിവരും കൊല്ലപ്പെട്ടു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദോഹ, ഖത്തർ. ഗാസ ഭരണം. ഇസ്രായേൽ നേതൃനിരയിൽ ഭിന്നത രൂക്ഷം. ജെറുസലേമിൽ യുദ്ധാനന്തര ഗാസയിൽ സ്ഥിരം സൈനിക ഭരണം ഏർപ്പെടുത്തുന്നതിൽ വിയോജിച്ച് ഇസ്രായേലിലെ മുതിർന്ന നേതാവും വാർ ക്യാബിനറ്റ് അംഗവുമായ ബെന്നി ഗാൻസ് രാജ്യഭീഷണി മുഴക്കിയതോടെ നെതന്യാഹു സർക്കാരിലെ ഭിന്നത കൂടുതൽ രൂക്ഷമായി. അതിനിടെ മധ്യ ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 20 പേർ കൊല്ലപ്പെട്ടു. റഫേൽ നിന്ന് ഒരാഴ്ചക്കിടെ 8000 പലസ്തീൻകാർ പലായനം ചെയ്തു. ഇതുവരെ ഗാസയിൽ കൊല്ലപ്പെട്ട പലസ്തീൻകാരുടെ എണ്ണം 35,456 ആയി. പലസ്തീൻ പങ്കാളിത്തത്തോടെ യുദ്ധാനന്തര ഗാസയുടെ ഭരണം സംബന്ധിച്ച പദ്ധതി ജൂൺ 8-നകം തയ്യാറാക്കിയില്ലെങ്കിൽ രാജിവെക്കുമെന്നാണ് ബെന്നി ഗാൻസിന്റെ മുന്നറിയിപ്പ്. ഈ നയത്തിൽ യുഎസിന്റെ പിന്തുണ ഗാൻസിനുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. പ്രതിരോധ മന്ത്രി യോയാവ് ഗാലന്റും സൈനിക ഭരണം വേണ്ടെന്ന നിലപാടിലാണ്. ഗാൻസ് രാജിവെച്ചാലും സഖ്യ സർക്കാരിന് ഭീഷണിയില്ല. എന്നാൽ ഇതോടെ തീവ്ര വലതുപക്ഷ പാർട്ടികൾ നെതന്യാഹു സർക്കാരിൽ കൂടുതൽ പിടിമുറുക്കും. ഗാസയിൽ ഇസ്രായേലിന്റെ സൈനിക നിയന്ത്രണവും കുടിയേറ്റ വ്യാപനമാണ് ഈ പാർട്ടികൾ ആവശ്യപ്പെടുന്നത്. നെതന്യാഹു യുദ്ധം നീട്ടിക്കൊണ്ടുപോവുകയാണെന്നാരോപിച്ച് ശനിയാഴ്ച ടെൽ അവീവിൽ നടന്ന പ്രതിഷേധ റാലിയിൽ 100,000 പേർ പങ്കെടുത്തു. ഗാസ സംബന്ധിച്ച ചർച്ചകൾക്കായി US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സള്ളിവൻ ഇസ്രായേലിൽ എത്തിയിട്ടുണ്ട്. സൗദിയുമായി ചർച്ചകളുടെ തുടർച്ചയായാണ് ഇത്. ഇതിനിടെ വാഷിംഗ്ടൺ DC-യിൽ നടന്ന പലസ്തീൻ അനുകൂല പ്രകടനത്തിൽ 100 കണക്കിന് ആളുകൾ അണിചേർന്നു. UAE-യിലെ സ്വർണ്ണവില ഇന്നും ഉയർന്നു. 24 ക്യാരറ്റ് സ്വർണ്ണവില ഇന്ന് ഗ്രാമിന് 292.50 ദിർഹമാണെങ്കിൽ ഇന്നലെ 290.50 ദിർഹമായിരുന്നു. 24 ക്യാരറ്റ് 1 പവൻ സ്വർണത്തിന്റെ വില 2340 ദിർഹമാണെങ്കിൽ ഇന്നലെ 2324 ദിർഹമായിരുന്നു. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.